അടിയില്ലാത്ത പവർ ടീം വീണുടഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, രണ്ടാഴ്ചയായി പവർ റൂമിൽ കുടിയേറിയിരിക്കുന്ന അന്തേവാസികൾക്ക് 2 ദിവസത്തിനുള്ളിൽ ഇറങ്ങിക്കൊടുക്കണം. ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നല്ലേ? ബിഗ് ബോസിൽ പുതിയ പവർ ടീം വന്നിരിക്കുകയാണ്. വെറുതെ അല്ല കേട്ടോ, അത്യാവശ്യം അധ്വാനിച്ചിട്ടാണ് ഇക്കൂട്ടർ ഈ ചാൻസ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒട്ടും പവർ ഇല്ലാത്ത ടാസ്കാണ് ബിഗ് ബോസ് നൽകിയതെങ്കിൽ ഇപ്രാവശ്യം കടുകട്ടി സാധനം. പവർ ടീമിലെയും ടണൽ ടീമിലെയും സെലക്ട് ചെയ്ത 2 പേരെ ത്രാസിൽ കയറ്റി ഉയർത്തിപ്പിടിക്കുക. ഏറ്റവും കൂടുതൽ നേരം ഉയർത്തിപ്പിടിക്കുന്ന ടീം ജയിക്കും. ഇതായിരുന്നു ബിഗ് ബോസ് നൽകിയ ഇത്തവണത്തെ ടാസ്ക്. ത്രാസിലിരിക്കാൻ പവർ ടീമിന് അൻസിബയും ടണൽ ടീമിന് റോക്കിയും. ഇനി വലിച്ചുയർത്താൻ പവർ ടീമിൽ നിന്ന് ജാസ്മിനും ഗബ്രിയും ശ്രീരേഖയും. ഓപ്പോസിറ്റ് ടീമിൽ ജിൻഡോ, രസ്മിൻ ബായ്, നിഷാന. മോശം പറയരുതല്ലോ, 2 ടീമും അടിപൊളിയായി ഗെയിം കളിച്ചു. ടണൽ ടീമിൽ ഫിറ്റ്നസ് ട്രെയിനറും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും ഒക്കെ ഉള്ളപ്പോൾ ജയിക്കാതിരിക്കും തോന്നുന്നുണ്ടോ? അടുത്ത പവർ ടീമായി ജിൻഡോയുടെ ടീം ജയിച്ചതോടെ ആ ടീമിൽ ഇല്ലാത്തവർക്ക് പോലും മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് നിലവിലുള്ളത്. അതുപോലെയല്ലേ യമുന റാണിയും ടീമും വിലസി നടന്നിരുന്നത്. ഗബ്രിയൊക്കെ ഇനി എന്ത് ചെയ്യുവോ? ഇനിയാണ് ശരിക്കുമുള്ള ഗെയിം ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കാൻ പോകുന്നത്. വന്നപാടെ പവർ റൂമിൽ കയറി പറ്റിയ യമുന റാണി, ശ്രീരേഖ, ഗബ്രി, ജാൻമണിയൊക്കെ ഇനിയാണ് സത്യത്തിൽ കുടുങ്ങാൻ പോകുന്നത്. എലിമിനേഷൻ, ജയിൽ നോമിനേഷൻ, പണിഷ്മെന്റ് തുടങ്ങി നീണ്ടു നിവർന്നു കിടക്കുകയാണ് ഓരോന്നായി. സത്യത്തിൽ ഈ ഒരു ചാൻസിന് വേണ്ടിയാണ് ബാക്കിയുള്ള ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരുന്നത്. ഇങ്ങോട്ട് തന്നതൊക്കെ അങ്ങോട്ട് തിരിച്ചു കൊടുത്താലല്ലേ ഒരു സുഖമുള്ളൂ. ഗബ്രി കണ്ടം വഴി ഓടുന്നതാണ് നല്ലത്. എലിമിനേഷൻ ചാകരയാണ് റൊമാൻറ്റിക് ബോയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ജാസ്മിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അതിനു മുന്നേ ഒക്കെ കൂടി പറഞ്ഞു വിടുമോ തന്നെ സംശയമുണ്ട്. ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷനാണ് അടുത്തത്. പവർ ടീമിന്റെ ഡയറക്റ്റ് നോമിനേഷൻ റോക്കിയാണെന്ന് കരുതി നോക്കിയിരുന്നപ്പോഴാണ് ആ വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായത്. മറ്റാരുമല്ല, അർജുൻ. ഇനാക്റ്റീവ്, ഇൻവോൾവ്മെന്റ്, ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പവർ ടീം അർജുനെ സെലക്ട് ചെയ്തത്. സത്യത്തിൽ ജാസ്മിനും ഗബ്രിയും അടക്കം ഋഷിയെ നോമിനേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും ശ്രീരേഖ കൃത്യമായി എതിർത്തത് കൊണ്ട് ആ പ്ലാൻ നടന്നില്ല. ഈ ആഴ്ചയിലെ മോശം പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയായി തെരഞ്ഞെടുത്ത നിഷാനയാണ് അർജുനൊപ്പം ജയിലിലേക്ക് തെരഞ്ഞെടുത്തത്. നോമിനേഷനിൽ വന്നതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ ഇതുവരെ കണ്ട അർജുനെയല്ല പിന്നീട് അങ്ങോട്ട് കണ്ടത്. ഒതുങ്ങിക്കൂടിയിരുന്ന പയ്യൻ ഞൊടിയിടയിലാണ് മാറി മറിഞ്ഞത്. എന്തായാലും ജയിലിൽ പോകും, അപ്പൊ പിന്നെ കുറച്ച് പാലൊക്കെ കുടിച്ച് പോകാമെന്ന മട്ടിലാണ് ആശാൻ പെർമിഷൻ ഇല്ലാതെ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തു കഴിച്ചത്. ഇത് കണ്ട ഗബ്രിയൊക്കെ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? പിന്നെ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞായി തർക്കം. യമുന റാണിയും ഗബ്രിയും ഉൾപ്പെടെ അർജുനെ എതിർത്തപ്പോൾ ശ്രീരേഖ അർജുനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പവർ ടീം ചെയ്ത തെറ്റുകൾ ഓരോന്നായി എണ്ണി പറഞ്ഞ് ഗബ്രിക്കും യമുനയ്ക്കും ഒക്കെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് മറുപടി നൽകിയത്. ആദ്യം സ്വയം നന്നായിട്ട് പോരെ മറ്റുള്ളവരെ നന്നാക്കാൻ എന്ന പഴഞ്ചൊല്ല് പോലെയായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. അർജുന്റെയും നിഷാനയുടെയും ജയിലിൽ പോക്കും അതിനുള്ളിലെ അയൺ ജയിലും ഒക്കെ സത്യത്തിൽ എന്റർടൈനിങ് ആയിരുന്നു. സംഭവം അർജുന്റെ മറ്റൊരു ക്യാരക്ടർ പ്രേക്ഷകർ കണ്ടുവെങ്കിലും റിയൽ ലൈഫിൽ ആളൊരു സർവൈവർ തന്നെയാണ്. കുട്ടിക്കാലം മുതലുള്ള ബോഡി ഷെയ്മിങ്ങും തന്നെ ബാധിച്ച അപൂർവ രോഗവുമെല്ലാം അർജുൻ ലൈഫ് സ്റ്റോറി ടാസ്കിൽ തുറന്നു പറഞ്ഞപ്പോൾ സത്യത്തിൽ അത്ഭുതമായിരുന്നു. കുറ്റപ്പെടുത്തലുകൾക്കും കളിയാക്കലുകൾക്കും തളർത്തലുകൾക്കും ഇടയിൽ നിന്ന് ബിഗ് ബോസ് വരെ എത്തിച്ചേർന്ന അർജുന്റെ ലൈഫ് സ്റ്റോറി പ്രേക്ഷകർക്കും മറ്റ് മത്സരാർത്ഥികൾക്കും ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. അടിയില്ലാത്ത ഒരു ദിവസം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്, അതും സീസൺ 6-ൽ. കഴിഞ്ഞ ദിവസം മിസ്റ്റർ കലിപ്പൻ റോക്കി കുറച്ച് ഫുഡ് ഐറ്റംസ് ദേഷ്യത്തിന് പെർമിഷൻ ഇല്ലാതെ എടുത്തു കഴിച്ചിരുന്നു. ഓൾറെഡി ഇതിന്റെ പേരിൽ വഴക്കും ബഹളവും ഒക്കെ കഴിഞ്ഞതാണ്. എന്തിന് പണിഷ്മെന്റ് വരെ കൊടുത്തു കഴിഞ്ഞ പ്രശ്നമാണ്. അതാണ് വീണ്ടും കുത്തിപ്പൊക്കി ഗബ്രി വഷളാക്കിയത്. റോക്കിയെ കൊള്ളക്കാരൻ എന്നൊക്കെ വിളിച്ച് പക്ക പ്രൊവോക്കിംഗ് രീതിയിലാണ് ഗബ്രി റോക്കിക്ക് നേരെ തിരിഞ്ഞത്. റോക്കിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന പോലെയാണ് കാര്യങ്ങൾ. ആശാൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളും പറഞ്ഞാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ അങ്ങേർക്ക് തന്നെ തിരിച്ചു പണിയാമെന്ന് ഓർത്താൽ നല്ലതാണ്. പിന്നെ ഒരു കാര്യം, ഗബ്രിക്ക് വക്കാലത്ത് പറയുന്ന ജാസ്മിൻ ഈ വഴക്കിലില്ല. കുട്ടി ആ ഭാഗത്ത് സൈലന്റ് ആയി ഒക്കെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്തു പറയേണ്ടത് ജാസ്മിന്റെ ചേഞ്ചാണ്. ഒരു നനഞ്ഞ പടക്കം പോലെയാണ് ജാസ്മിൻ വീടിനുള്ളിലുണ്ടായിരുന്നത്. ഇത്രയും ദിവസം ഗബ്രിക്കൊപ്പം നടന്നിരുന്ന കുട്ടി പതിവില്ലാതെ വീട്ടിലെ മറ്റുള്ള മത്സരാർത്ഥികളോട് സംസാരിക്കുന്നു, അവർക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഒരു കാര്യം കൃത്യമായി പറയാം, 8ന്റെ പണി കിട്ടിയപ്പോൾ നൈസായിട്ട് അങ്ങോട്ട് പ്ലാൻ മാറ്റിപ്പിടിച്ചു. മറ്റൊന്ന് അർജുന്റെ ക്യാരക്ടർ ചേഞ്ചാണ്. യമുന റാണി പറഞ്ഞതുപോലെ മുഖം മൂടി അഴിഞ്ഞു വീണുപോയ പോലെയാണ് അർജുന്റെ കാട്ടിക്കൂട്ടലുണ്ടായത്. പവർ ടീമിന്റെ കാര്യത്തിലായാലും പരിഹസിച്ചവർക്കുള്ള മറുപടിയായിരുന്നു ടണൽ ടീമിന്റെ വിജയം.
മണ്ടനെന്ന് പരിഹസിച്ച ജിൻഡോ പവർ ടീമിൽ കയറിപ്പറ്റുമെന്ന് ഒരിക്കൽ പോലും ബാക്കിയുള്ളവർ കരുതിയിട്ടില്ല. എന്തായാലും പുതിയ പവർ ടീം എത്തിക്കഴിഞ്ഞു. അടുത്ത ആഴ്ചയിൽ ഇവർ എങ്ങനെയാണ് ബിഗ് ബോസ് വീടിനെ നോക്കി നടത്തുകയെന്നാണ് ഇനി അറിയേണ്ടത്.